ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ നമ്മുടെ അല്ല US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അമേരിക്കൻ മാർക്കറ്റിനകത്തൊരു വോളറ്റൈലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, ആ ഒരു വോളറ്റൈലിറ്റി നമുക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിൻ്റെയും പ്രൈസ് ഹൈക്കാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് 5800 6000-ൽ നിന്ന് 6600-ൽ നിന്ന് നേരെ 11500 റേഞ്ചിലേക്ക് പോയിട്ട് ഓൾമോസ്റ്റ് അത് തിരിച്ച് 7200-ലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് കാരണമായിട്ടുള്ള യുദ്ധം കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ലായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു 9000 അതിൻ്റെ ഒരു വാറിൻ്റെ സമയത്ത് നിൽക്കേണ്ടിയിരുന്ന ഒരു പ്രൈസ്. ഇത് ഓൾമോസ്റ്റ് 7200-ലേക്ക് വന്നു. ആ എക്സ്ട്രാ ഫോള് എന്തിൻ്റെ പേരിലാണ് വന്നതെന്നുള്ളത് അറിയില്ല. റിസർവ്സ് ജസ്റ്റ് ഇറക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും വാറിൻ്റെ ഇമ്പാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അത്രയും ഒരു അതിനെ കംപ്ലീറ്റ്ലി സബ്സൈഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഡേറ്റ അല്ല. അപ്പോൾ ആ വാർ അവിടെ നിലനിൽക്കുന്നിടത്തോളം ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി നിൽക്കേണ്ടതാണ്. പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് താഴെ വന്നു. ഓക്കെ, അപ്പോൾ വന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ വാർ വീണ്ടും അഗ്രസീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലോട്ട് കയറുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നിന്ന് മേളിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഞാനൊരു പുതിയ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഞാനവിടെ പറയുന്നതേ ഇല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ വാറ് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് വരെ എന്നുള്ളത് അറിയില്ല. അപ്പോൾ മാർക്കറ്റ് 1-2 ദിവസം കയറുന്നത് കണ്ടിട്ട് ഒരു റെസ്പോൺസിബിൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഇത് ഡയറക്റ്റ്ലി നമുക്ക് അപ്പോൾ റെസ്പോൺസിബിൾ ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെട്ടെന്ന് കയറിയിട്ടൊരു സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്ത് നല്ല മൊമെൻറ്റം കിട്ടിയെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം ട്രേഡ് പറയുക എന്നുള്ളതാണ്. ഞാൻ കറൻ്റ്ലി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒരു 40% ഞാൻ സ്ക്വയർ ഓഫ് തന്നെ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ തന്നെ സ്ക്വയർ ഓഫ് ചെയ്തതാണ്. ചില സ്റ്റോക്കുകൾ ഒരു 2-3% പ്രോഫിറ്റിലായിരുന്നു, ചില സ്റ്റോക്കുകൾ 3-4% ലോസിലായിരുന്നു. ഇത് തമ്മിൽ മാനേജ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വളരെ ചെറിയൊരു ഒരു 3 ഡിജിറ്റിൻ്റെ ഒരു ലോസാണ് എനിക്കവിടെ സംഭവിച്ചത്. എന്നാൽ എൻ്റെ ക്യാപിറ്റലിൽ 40% വെളിയിൽ വന്നു. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ എടുത്തു വെച്ചിരിക്കുമ്പോൾ വീഴുമ്പോഴും ഇതുപോലെ 2-3% വീഴുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തൊഴിവാക്കുക. ഞാൻ കൊടുത്തൊഴിവാക്കി. ബിക്കോസ് വാർ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു ഒരു വീഴ്ചയ്ക്കുള്ള വാലിഡ് ആയിട്ടുള്ള റീസണാണ്. സോ അതുകൊണ്ട് ഞാനത് ഇവിടെ കൊടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ ട്രംപൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് വീഴാറുണ്ട്. അതിന് ഞാൻ സെല്ല് ചെയ്യാറില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനതവിടെ സെല്ല് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കയ്യിലിരിക്കുന്നതൊക്കെ 30%-ന് മേളിൽ പ്രോഫിറ്റിൽ കിടക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും എൻ്റെ പൊസിഷൻ സ്ക്രീൻഷോട്ട് ചെയ്യാറുണ്ട്. SBI ഉണ്ട്, സെയിലുണ്ട്, അതുപോലെ VMM ഉണ്ട്. കുറച്ച് നല്ല സ്റ്റോക്കുകൾ എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ലോവർ സൈഡിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലായതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിന് റിലയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിലയൻസിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വില അവിടെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത് അവിടെ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതും പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇത് റിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അവിടെ ആവശ്യമുണ്ട്. നാച്ചുറൽ ഗ്യാസിൻ്റെ വില അതിഭീകരമായിട്ട് കൂടുന്നുണ്ട്. സോ ആ ഒരു ഗെയിൻ അടിപൊളിയായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. സോ റിലയൻസിന് എത്രത്തോളം മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഇതിനിടയിൽ ഇൻഫോസിസ് ഇടയ്ക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് IT സെക്ടർ സ്റ്റോക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് 1295-ലാണ്. 1320-ൻ്റെ താഴെ വന്നു എന്ന് പറയുന്നത് അത് വീക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. HDFC ബാങ്ക് വലിയ കുഴപ്പമില്ല, 820 830-ൽ നിന്നിട്ട് ഇപ്പോൾ 850 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ HDFC ബാങ്ക് പോലത്തെ 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത്. എന്നാലും അത് മാർക്കറ്റിന് മേളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് കൊടുക്കാനുള്ള ഒരു സാധ്യത ഇല്ല. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്റ്റ്
ചെയ്യുന്നത് 24,500, 24,440 ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നലെ പറഞ്ഞിരുന്ന ട്രേഡിംഗ് ഐഡിയ എന്തായിരുന്നു? 24,350 ആയിരുന്നു ഇന്നലത്തെ ഒരു ലൈന്, 440 ആയിരുന്നു രണ്ടാമത്തെ ലൈന്. 440 പോയില്ല, 350 താഴെ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് താഴെ ആയിപ്പോയി. 350 അടുത്ത് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചെറുതായിട്ട് താഴെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ 280 ഓപ്പൺ ചെയ്ത് നമ്മുടെ അടുത്ത സപ്പോർട്ടായിട്ടുള്ള 24,240, 24,100 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇതേ 2 നമ്പേഴ്സും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് ചെറിയ ലാഭം കിട്ടാനേ സാധ്യതയുള്ളൂ. ഞാനും ഇന്നലെ ഒരു പൊസിഷൻ എടുത്തിരുന്നു. എന്നാൽ പ്രീമിയത്തിൽ വലിയൊരു മാറ്റം വരുന്നില്ല. ഒരു 60 പോയിൻ്റ് 55 പോയിൻ്റൊക്കെ എത്തിയപ്പോഴേക്കും ഞാനതിന് സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞു. അത് ഒരു 70 പോയിൻറ്റ്സ് പോയിട്ട് വീണ്ടും അത് താഴേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് പ്രീമിയം അതിഭീകരമായിട്ടുള്ള പ്രൈസാണ്. സോ അത് മെൽറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് വലിയ ലാഭം എടുക്കുന്നതിനേക്കാൾ നല്ലത് ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നും നാളെയും ഒക്കെ ഈ വാർ തീരുന്നത് വരെ അതിഭീകരമായിട്ടുള്ള ലാഭം എടുത്തു എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. അതിഭീകരമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് യൂട്യൂബിൽ എത്ര പേര് അതിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഒരു ട്രേഡർ വർഷങ്ങളോളം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലാഭത്തിൻ്റെ കണക്കല്ല മുഖ്യം, അവിടെ നഷ്ടം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ലാഭം പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കുക. സോ ഇന്ന് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,000, 24,200 റേഞ്ചിൽ, അതായത് ഈ ഒരു ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത് 180, ഈ ലൈനിൻ്റെ തൊട്ടടുത്ത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാണിക്കുന്നത് ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇത് വന്ന് സൈഡ് വേസ് പോയാൽ ഇതൊരു ബോക്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, മേളിലത്തത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ 350 തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു ബോക്സായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ബോക്സിൻ്റെ ലോയും ഹൈയും നിങ്ങൾക്ക് എടുത്തിട്ട് 24,100, 24,200, 240 മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ആയിരിക്കും ചാൻസ്. സോ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് സൈഡ് വേസ് പോകുന്നുണ്ടെങ്കിൽ ആ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക. നല്ലൊരു ദിവസം നമുക്ക് ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ നല്ല ട്രേഡിംഗ് ഡേ കിട്ടുമ്പോൾ ട്രേഡ് ചെയ്താൽ മതി. എല്ലാ ഡേയും നമുക്ക് ട്രേഡിംഗ് ഡേ അല്ല. അപ്പോൾ മാർക്കറ്റിൽ പുതിയ പൊസിഷൻസ് സ്വിങ് എടുക്കാൻ ഒരു തരത്തിലും മാർക്കറ്റ് അനുവദിക്കുന്നില്ല. ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ മാർക്കറ്റിനൊരു സോൺ, ഇതൊരു ട്രേഡിംഗ് സോണാണ്, ഈ സോണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ ട്രേഡ്സ് എടുക്കുക എന്നുള്ളതാണ്. 240 മേളിലൊരു ട്രേഡ് അവിടെ പറഞ്ഞിരുന്നു, ഇന്നലെ അതുപോലെ പോയിരുന്നു. ചെറിയ ട്രേഡ്സ് മാത്രമേ ഉള്ളൂ, ഞാനും അതിനകത്ത് ഗെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ സൈഡ് വേസിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ ലൈൻസ് വരച്ചിടുക. ഞാനിവിടെ 180 എനിക്ക് ഇമ്പോർട്ടൻറ്റ് ലൈനാണ്, അതിന് താഴേക്ക് പോകുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയ്ക്ക് അടുത്താണ്. ഒരു 200 റേഞ്ചിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം വീഴുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. മേക്ക് ഷുവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വീഴുന്നു കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ബോട്ടം ആയിരിക്കാൻ, ഡബിൾ ടോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാർക്കറ്റിന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 24,000 ഒക്കെയാണ് അടുത്ത സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുന്നത്. 24,100, 24,000, 23,880 ആണ് അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. 880 ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. മേളിലേക്കാണെങ്കിൽ 440, 520, 600 ആണ് ഏറ്റവും ലാസ്റ്റിലായിട്ടുള്ള ടാർഗറ്റ്. അത് പോകാൻ സാധ്യതയില്ല എങ്കിലും പറഞ്ഞു തരുന്നതാണ്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.